അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3062. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് തിരക്ക് കൂട്ടിയാൽ, ധൃതി കൂട്ടിയാൽ ദുആക്ക് ഉത്തരം കിട്ടില്ല എന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്നു. ഖാല, അവിടുന്ന് പറഞ്ഞു, യുസ്തജാബു ലി അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തർക്കും ഉത്തരം നൽകപ്പെടും, ദുആക്ക് ഉത്തരം നൽകപ്പെടും, നിങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടും. മാലം യാജൽ, അവൻ ധൃതി കൂട്ടാത്തപ്പോൾ, തിരക്കൂട്ടാത്തപ്പോൾ. യഖൂൽ, ഈ തിരക്ക് കൂട്ടുന്ന രീതി എങ്ങനെയാണ്? അതിനെക്കുറിച്ച് റസൂൽ പറഞ്ഞു. യഖൂൽ, അവൻ പറയും, ദുആ ചെയ്യുമ്പോഴത്തേനും അവൻ പറയും, അല്ലെങ്കിൽ ദ്വാരുന്ന് കഴിഞ്ഞാൽ അവൻ പറയും, ദഅഉതു, ഞാൻ ദ്വാരുന്നു, പക്ഷെ ഫലം യുസ്തജബലി, എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഞാനൊക്കെ പഠിച്ചുകൊണ്ട് ദ്വാരുന്നു, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഇതൊരു ധൃതി കൂട്ടലാണ്, തിരക്കൂട്ടലാണ്. കാരണം ദ്വാരുന്നാൽ അപ്പം തന്നെ ഉത്തരം കിട്ടുന്ന തീരുമാനിക്കുക വേനാരാ? നമ്മൾ ദ്വാ ചെയ്യുക. എപ്പോഴാണോ അതിന് ഉത്തരം നൽകേണ്ടത്, ഖൈർ എപ്പോഴനുസരിച്ച് അള്ളാഹു തആല തന്നോളും. ചിലപ്പോഴത് ഒരു ദിവസം വൈകിയേക്കാം, അല്ലെങ്കിൽ 2 ദിവസം, അല്ലെങ്കിൽ ഒരു മാസം, ഒരു വർഷം, അല്ലെങ്കിൽ വർഷങ്ങൾ. അങ്ങനെയാണ് ദുആ. അപ്പം തന്നെ ഉത്തരം ചെയ്യാനുള്ളതൊന്നും ചിലപ്പോൾ നടന്നോളുന്നില്ല. അല്ലാഹു തആല തീരുമാനിക്കും എപ്പോഴാണ് അവൻ്റെ ദുആക്ക് ഉത്തരം നൽകേണ്ടത് എന്ന്. അപ്പോൾ ധൃതി കൂട്ടരുത്. ധൃതി കൂട്ടുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്തരം പറച്ചിലുകൾ. ഞാനൊക്കെ ദ്വാരുന്നിട്ടൊന്നും അല്ലാഹ് സ്വീകരിക്കണില്ല, അങ്ങനെ പറയരുത്. നമ്മൾ ദ്വാരുന്ന ചിലപ്പോൾ നമ്മുടെ ദ്വാ അല്ലാഹ് സ്വീകരിച്ചു ഉത്തരം നൽകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. ഇപ്പം തന്നെ സ്വീകരിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ റിസൾട്ട് അന്ന് തരുന്നത് ചിലപ്പോൾ അപ്പോഴായിരിക്കും. ചിലപ്പോൾ നമ്മുടെ മരണശേഷം ആഖിറത്തിലായിരിക്കും. നമുക്കേതാണോ ഖൈർ എന്ന് അല്ലാഹു തആല തീരുമാനിക്കുന്നത്, അപ്പോഴായിരിക്കും നമുക്കതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക, ക്ഷമയോടുകൂടെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. ധൃതി കൂട്ടരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ദുആക്കൊക്കെ ഉത്തരം ലഭിക്കും. അല്ലാഹു തആല നമ്മുടെ ദുആകളെല്ലാം ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ദുആ ആയി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.